ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ രണ്ടാം ക്വാർട്ടറിലെ രണ്ടാം പാഠം ക്രിസ്തീയ സഭയുടെ ആരംഭം. ഇതിന് ആധാരമായിട്ട് തന്നിരിക്കുന്ന വേദപാഠം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായമാണ്. കർത്താവിനോട് ചേർന്ന് ഈ പാഠം പഠിക്കുവാനായിട്ട് നമുക്ക് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമായ യേശുവേ, സഭയുടെ ആരംഭത്തെ പറ്റി, സഭയുടെ അംഗങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് അടികളോട് കൂടിയിരുന്ന് അടികൾക്ക് മനസ്സിലാക്കുവാനായിട്ടും ഞങ്ങളെ കുറിച്ചിട്ടുള്ള ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും അടികളെ സഹായിക്കണമെന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ മനപ്പാഠ വാക്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 2-ാം അധ്യായം 47-ാം വാക്യം, അതിന്റെ ബി പാർട്ടാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഭയിൽ ആരെയാണ് ചേർത്തത്? രക്ഷിക്കപ്പെടുന്നവരെ. അവരെ രക്ഷിക്കപ്പെടുന്നവരെ ഒരു പ്രാവശ്യം കുറച്ചു പേര് സഭയിൽ ചേർന്നു. അതോടെ ആ സഭ ആ ആളുകളുടെ ഒരു കൂട്ടവും അവരുടെ മക്കളുടെ കൂട്ടവുമായ നല്ല പറയുന്നത്, ദിനം പ്രതി ആളുകളെ സഭയോട്, രക്ഷിക്കപ്പെടുന്ന ആളുകളെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അത് ആരാണ് സഭയോട് ചേർത്തത്? കർത്താവ്. സഭയുടെ നാഥനായ കർത്താവ് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയെ പറ്റിയാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവാണ് നായകൻ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. ഓക്കെ, പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഭയുടെ ആരംഭം. സഭ എന്ന് പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു പള്ളിയെന്നോ ചർച്ച എന്ന് പറയുമ്പോൾ മിക്കവാറും നമുക്ക് പള്ളി എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു പള്ളിയിൽ കൂടി വരുന്നത് കുറച്ച് ആളുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പല പല ലോക്കൽ ചർച്ചുകളുണ്ട്, പല പേരുകളുണ്ട്. അങ്ങനെ അതാണ് സഭയെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ സഭയുടെ ആരംഭം എങ്ങനെയായിരുന്നു? ആ സഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ മനസ്സിലാകുമ്പോൾ സഭയെ പറ്റി നമുക്ക് ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും. നമുക്ക് ആധാരമായി തന്നിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, അതിൽ പ്രധാനമായിട്ടും ആദിമ സഭ സ്ഥാപിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. കർത്താവ് തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുന്നു. ആ വാഗ്ദത്തം എന്തായിരുന്നു? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. 8-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ ലോകം മുഴുവൻ എന്റെ സാക്ഷികളാകുമെന്ന് 8-ാം വാക്യത്തിൽ പറയുന്നു. അതെ, ആ കർത്താവ് കൊടുത്ത വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ് ഈ 2-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത്. ഇവിടെ പറയുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഈ പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത് ആദ്യമുള്ള പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു 50-ാം ദിവസം ആകുമ്പോൾ അവരെല്ലാം തങ്ങൾക്ക് കിട്ടിയ ആ നല്ല സമൃദ്ധിയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ആ ഒരു പെരുന്നാളാണ് ഈ പെന്തക്കോസ്ത് നാൾ. ആ സമയത്ത് അവരെല്ലാം ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുവാനായിട്ട് കൂടി പോകും. ആ സമയത്ത് നടക്കുന്ന സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അതെ, കർത്താവ് പറഞ്ഞു, ആ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം തന്റെ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നു. അവർ പരിശുദ്ധാത്മാവ് നിറവുള്ളവരായിട്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ഈ സമയത്ത് ഈ കൊടിയ മുഴക്കം ആ യെരൂശലേം പ്രദേശത്ത് വരുന്ന ആ സ്ഥലത്തിന് ചുറ്റുമുള്ള ആളുകളൊക്കെ ഈ മുഴക്കം കേൾക്കുന്നു. അവർ അവിടേക്ക്
ഓടിക്കൂടുന്നു. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ 6-ാം വാക്യത്തിൽ ഇപ്പോൾ ഇവിടെ പറയുകയാണ്, ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ഈ വന്ന ആളുകൾ പല സ്ഥലങ്ങളിലുള്ളവരാണ്. നമ്മുടെ 7, 8, 9 വാക്യങ്ങളൊക്കെ നോക്കിയാൽ ഏകദേശം 18 സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. അവിടെ നിന്നൊക്കെ വന്ന ആളുകൾ, ഈ വിലയിലക്കാരായ ഈ ശിഷ്യന്മാർ, സാധാരണ ജനങ്ങൾ, അവരുടെ ഒക്കെയും ഭാഷകളിൽ കർത്താവിന്റെ ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങളെ വിവരിക്കുകയാണ്. ഈ സംസാരിക്കുന്നവരെല്ലാം വിലയിലക്കാരല്ലോ. ഇത് നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് എങ്ങനെ? ഇവരെല്ലാം ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ 11-ാം വാക്യത്തിൽ പറയുന്നു, നാം നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവർ കുറച്ചു പേർക്ക് ശരിക്കും എന്തോ സംഭവിക്കുന്നുണ്ട്, വലിയ ദൈവീക കാര്യമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. ആ സമയം കുറച്ചുപേര് ഇവരെ പരിഹസിക്കുകയാണ്. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിലർ പരിഹസിക്കുന്നു. അങ്ങനെ സമ്മിശ്രമായ ഒരു വികാരം അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ സമയത്ത് പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ പൂർണ്ണനായി മറ്റ് ശിഷ്യന്മാരോട് കൂടി എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ സംസാരിക്കുന്നതാണ് നാം അടുത്ത വാക്യങ്ങളിൽ കാണുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പത്രോസ് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് പോലെ ഇത് പുതുവീഞ്ഞ് കുടിച്ച അനുഭവമൊന്നും അല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പ്രവചന നിവർത്തിയാണ്. യോവേൽ പ്രവാചകന്റെ പ്രവചനം അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവ് തന്റെ മക്കളുടെ മേൽ വരും. അവർ പുത്രന്മാരും പ്രവചിക്കും. ഈ കാര്യങ്ങളിൽ ഈ യോവേൽ പ്രവചന പുസ്തകത്തിൽ നിന്ന് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ എടുത്തു പറഞ്ഞുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇവിടെ നടന്നത് ദൈവത്തിന്റെ പ്രവചന നിവൃത്തിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതിനുശേഷം പത്രോസ് തന്റെ പ്രസംഗം കണ്ടിന്യൂ ചെയ്യുകയാണ്, വീണ്ടും തുടരുകയാണ്. യേശു കർത്താവിന്റെ ദൈവത്വം, ഈ ഭൂമിയിലെ ജീവിതം, ക്രൂശീകരണം, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ കർത്താവിനെ പത്രോസ് അപ്പോസ്തലൻ അവരുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. പല തെളിവുകൾ എടുത്തു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നാമതായിട്ട് 22 മുതൽ 24 വരെ വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ ആളത്വത്തെ പറ്റി വിവരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന യെരൂശലേമിൽ കൂടിയിരിക്കുന്ന പല ആളുകളും യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തത് കണ്ടവരായിരിക്കണം. അവരോട് പറയുകയാണ്, നസറേയനായ ഈ യേശു കർത്താവ്, നിങ്ങളുടെ ഇടയിൽ ജീവിച്ചവനായ ഈ യേശു കർത്താവ്, നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിച്ചവനായ ഈ യേശു കർത്താവ്, ആ കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. അത് 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവമോ മരണപാശങ്ങളെ അയച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അതെ, യേശു കർത്താവിന്റെ ആളത്വത്തെ വിവരിച്ചിട്ട് യേശു കർത്താവ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു അടുത്തൊരു തെളിവ്. യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടുത്ത തെളിവായിട്ട് പറയുന്നത് ദാവീദിന്റെ പ്രവചനം 16-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ദാവീദ് പ്രവചിച്ചിരിക്കുന്നു. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദാവീദ് പ്രവചിച്ചിരിക്കുന്നു, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദൃഢത്തം കാണുവാൻ സമ്മതിക്കുകയുമില്ല. 27 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അങ്ങനെ ആ കർത്താവ് പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രവചിച്ചു. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദാവീദ് മരിച്ചു, അവന്റെ കല്ലറ ഇന്നും ഉണ്ട്. ഈ പറഞ്ഞതൊന്നും ദാവീദിനെ പറ്റിയല്ല, അത് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവിനെ പറ്റിയാണ്. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് രണ്ടാമത്തെ അടയാളമായിട്ട്, രണ്ടാമത്തെ തെളിവായിട്ട് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ കണ്ടവരായ ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടവർ, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം നേരിട്ട് സാക്ഷ്യം വഹിച്ചവർ, അതെ ഞങ്ങൾ സാക്ഷ്യം പറയുന്നു.
ആ കർത്താവ് ജീവിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്ന തെളിവ് ഇതാണ്. അതെ, ഇപ്പോൾ ഇന്ന് ഈ പെന്തക്കോസ്ത് നാൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. നമുക്ക് 33-ാമത്തെ വാക്യം വായിക്കാം. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോപണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അതെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തെത്തി പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് വാങ്ങുന്നു. അങ്ങനെ ഈ 4 തെളിവും കാണിച്ചു കൊടുത്ത് വളരെ വ്യക്തമായിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് ജീവിച്ചിരിക്കുമെന്ന് ആ ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശു കർത്താവിന്റെ ദൈവത്വത്തെ പറ്റിയും ആ ക്രൂശുമരണത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ കർത്താവിനെ പറ്റിയും പത്രോസ് അപ്പോസ്തലൻ വിവരിച്ചത് കേട്ട് ജനം മനസ്സിൽ കുത്തുകൊണ്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. ഏകദേശം 3000 പേർ അന്ന് സഭയോട് ചേർന്നു. ഇതാണ് സഭയുടെ ആരംഭം. ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് മനപ്പാഠവാക്യം തന്നത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയുടെ നാഥനായ കർത്താവ് മാനസാന്തരപ്പെട്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്നു. ദിനം പ്രതി സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. 2-ാം അധ്യായം 47-ാം വാക്യം 2-ാം ഭാഗം. നമുക്ക് സഭയെ 2ആയിട്ട് തിരിക്കാം. ദൃശ്യമായ സഭ, അതായത് കാണപ്പെടുന്ന സഭ, അദൃശ്യമായ സഭ, വിസിബിൾ ചർച്ച് ആൻഡ് ഇൻവിസിബിൾ ചർച്ച്. ഇവിടെ നാം കണ്ടതുപോലെ മാനസാന്തര പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് ഒരുമിച്ച് കൂടുന്ന ആ ജനങ്ങളുടെ കൂട്ടം, ഇവിടെ 3000 പേർ ഒരുമിച്ച് കൂടി. അതാണ് സഭ, ദൃശ്യസഭ എന്ന് പറയുന്നത്. ഒരു രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസിക്ക്, ഒരാളെ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം തരുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാനായിട്ട് ഒരു വിശ്വാസിയെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നു. നാം രക്ഷിക്കപ്പെടുന്നതിന്റെ പുറമേയുള്ള ഒരു അടയാളമായിട്ടാണ് ജലസ്നാനം നാം ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ കാണപ്പെടുന്ന സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു കൂട്ടമാണ്. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സഭയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അടുത്തതായിട്ട് നാം പഠിക്കാൻ പോകും. ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം മാനസാന്തരം പ്രസംഗിക്കുക. 2ാമത് കൂട്ടായ്മ ആചരിക്കുക. ഓക്കെ, മാനസാന്തരം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷയുടെ സുവിശേഷം ജനങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങൾ ലോകം മുഴുവൻ എന്റെ സാക്ഷികളാകുക. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും. നിങ്ങൾ ലോകത്ത് എവിടെയും പോയി എന്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ആ കർത്താവിന്റെ കൽപ്പനയുടെ പ്രകാരമായിട്ട് മാനസാന്തരം പ്രസംഗിക്കുക. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രസക്തിയെ പറ്റി, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ് കർത്താവിനെ പറ്റി, ആ കർത്താവ് ഇപ്പോൾ ഇനിയും വീണ്ടും വരുമെന്നുള്ള ആ പ്രത്യാശയെ പറ്റി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, പ്രസംഗിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് മാനസാന്തരം ജനങ്ങൾക്ക് അങ്ങനെ ജനം രക്ഷിക്കപ്പെടുന്നു. സഭയെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് സഭ പ്രസംഗിക്കുക, കർത്താവ് പ്രവർത്തിക്കുക. ഓക്കെ, ഇത് തന്നെയാണ് നാം ആദിമസഭയിൽ ഇപ്പോൾ കണ്ടത്. പത്രോസ് അപ്പോസ്തലൻ ഇതെല്ലാം പ്രസംഗിച്ചപ്പോൾ ജനം മാനസാന്തരപ്പെടുന്നു. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, മനസ്സിനൊരു ചേഞ്ച് വരണം, ജീവിതത്തിനൊരു ചേഞ്ച് വരണം. ഇതേപ്പറ്റി 1 കൊരിന്ത്യർ 5:17 വാക്യത്തിൽ 5-ാം അധ്യായം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു, പഴയത് കഴിഞ്ഞു പോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. അതിന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെയും ദൈവം തന്നെ കാരണം. നാം പ്രവർത്തിക്കുന്നു, നമ്മുടെ ജോലി നാം ചെയ്യുന്നു. സുവിശേഷം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന പോലെ നാം രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കണം, മാനസാന്തരം പ്രസംഗിക്കണം, പ്രവർത്തിക്കുന്നത് കർത്താവാണ്. ഇതാണ് സഭയുടെ പ്രധാനപ്പെട്ട കർത്തവ്യം.
നമ്മുടെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഈ സുവിശേഷീകരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച സഭയാണ്. ദൈവകൃപയാല് ദൈവസഭയെ ഈ മാനസാന്തര പ്രസംഗത്തിനായിട്ട് എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ പ്രവർത്തകരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഏതൊക്കെ വിധത്തിൽ പ്രാർത്ഥനയാലും അല്ല ഏതൊക്കെ വിധത്തിൽ കർത്താവിന്റെ സുവിശേഷകരെ സഹായിക്കാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ സഹായിക്കുവാനായിട്ട് ഇതിന് പ്രോത്സാഹനം കൊടുക്കുവാനായിട്ട് നമ്മൾ ആകുന്ന വിധം അതിൽ ഇൻവോൾവ് ചെയ്യുവാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഉത്തരവാദിത്വം കൂട്ടായ്മ ആചരിക്കുക. മാനസാന്തര പ്രസംഗം ചെയ്യുമ്പോൾ ജനത്തിന് പരിശുദ്ധാത്മാവിനാൽ പാപബോധം വരികയും അവർ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ടവർ കർത്താവിന്റെ സഭയോട് ചേരുന്നു. സഭയുടെ മറ്റൊരു പ്രധാന ഉത്തരവാദിത്വമാണ് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത്. കൂട്ടായ്മ എന്ന പദത്തിന്റെ അർത്ഥം പങ്കുവയ്ക്കുക എന്നതാണ്. നമ്മുടെ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഉള്ള നന്മകൾ മറ്റു വിശ്വാസികളുമായിട്ട് നാം പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നു. നാം കണ്ടതുപോലെ സഭയിലെ അംഗങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ കൂടി വരുന്നു. ആദിമസഭയിൽ നാം കണ്ടത് 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അവർ കൂട്ടായ്മ ആചരിച്ചു. 44 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകായി നേടുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം മുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അതേ അവർ ഒരുമനപ്പെട്ട് ഐക്യത്തോടെ കൂട്ടായ്മ ആചരിച്ച് തമ്മിൽ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് അവർ ഭൗതികമായിട്ടും ആത്മീകമായിട്ടുള്ള നന്മകൾ ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു വളരുന്ന ഒരു സഭയെ നാം ഇവിടെ കാണുന്നു. നമ്മെപ്പറ്റി കർത്താവ് ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തമ്മിൽ ഹൃദയപരമാർത്ഥത കൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നവരായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നവരായിട്ട് ഉള്ള ഒരു സഭ, അതാണ് സഭയുടെ വ്യക്തിത്വം. നാം കണ്ടു മാനസാന്തരം പ്രസംഗിക്കുക, അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ജനം രക്ഷിക്കപ്പെടുന്നവർ സഭയോട് കൂടുന്നു. സഭയിലുള്ള എല്ലാവരും തമ്മിൽ പരസ്പരം പങ്കുവയ്ക്കുന്നവരായിരിക്കണം, കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കണം. അങ്ങനെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ആയിരിക്കണം. ഇതാണ് ദൈവം സഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സഭയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നാം കാണുന്ന ലക്ഷണങ്ങളാണ് നമ്മുടെ പഠിക്കുന്നത്. ഒന്ന് ഐക്യം, യൂണിറ്റി. ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നു ഒരുമനപ്പെട്ട് ഒരു മനസ്സോടുകൂടെ ഐക്യത്തോടെ അവർ കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധന്മാരുടെ കൂട്ടം തമ്മിൽ പങ്കുവയ്ക്കുന്നു, തമ്മിൽ ഭാരങ്ങളെ വഹിക്കുന്നു. ഒരുമനപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിക്കുന്നു. നാം കാണും. സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. യൂണിറ്റി, ഐക്യം, അത് സഭയുടെ ഒരു പ്രധാന മുഖമുദ്രയായിരിക്കും. രണ്ടാമത് വിശുദ്ധി. കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുന്നു. അതെ, വിശുദ്ധന്മാരുടെ കൂട്ടമായിരിക്കണം സഭ. രക്ഷിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ ആ വിശുദ്ധിയോട് ചേരുവാനായിട്ട് ആ വിശുദ്ധിയിലേക്ക് വളരുന്നവരായിരിക്കും. പിന്നെ കാണുന്ന സഭയുടെ പ്രവൃത്തിയായാലും സാർവത്രികത, അപ്പോസ്തലികത. സാർവത്രികത എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ. നാം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നത്, നാം പ്രഖ്യാപിക്കുന്ന ഇങ്ങനെയാണ്: സാർവത്രികവും അപ്പോസ്തലികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, അതൊരു യൂണിവേഴ്സൽ ചർച്ച എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെയുമുള്ള യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച എല്ലാവരും, ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, ഏത് ഭൂഖണ്ഡത്തിലുള്ളവരാകട്ടെ, അവരെല്ലാവരും കൂടി ചേർന്നതാണ് ആ ഏക വിശുദ്ധ സഭ, യൂണിവേഴ്സൽ ചർച്ച്. നാം നമ്മുടെ സഭയെ പറ്റിയുള്ള, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന വളരെ ശ്രദ്ധേയമാണ്. ദൈവമേ, ഭൂലോകമെങ്ങുമുള്ള അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേക അതിന്റെ ഒരു ഭാഗമായ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അതായത് ദൈവത്തിന്റെ ആ സാർവത്രിക സഭ, യൂണിവേഴ്സൽ ചർച്ചിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ സഭ. വിശ്വാസികളായ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള എല്ലാ ജനവും കൂടിച്ചേരുന്നതാണ് സഭ. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 10-32 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവസഭ, ദൈവസഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന ആടാടിപ്പിൽ എന്ന് പറയുന്നുണ്ട്. ദൈവസഭ കൊലോസ്യർക്കെതിരെ 1-18 വാക്യത്തിൽ പറയുന്നത് യേശു കർത്താവ് സഭ എന്ന ശരീരത്തിന്റെ തലയാകുമെന്ന് പറയുന്നു. അതെ, ദൈവത്തിന്റെ ജനം ഒരുമിച്ച് കൂടിയതാണ് സഭ എന്ന് പറയുന്നത്. സഭ ഐക്യമുള്ളവരായിരിക്കണം, വിശുദ്ധിയിൽ വളരുന്നവരായിരിക്കണം. ആ യൂണിവേഴ്സൽ, അതിന്റെ ആ ക്യാരക്ടർ സാർവത്രികവും അപ്പോസ്തലികവുമായിട്ടുള്ള ഒരു സഭ, അതാണ് സഭയുടെ മുഖമുദ്ര. നമ്മുടെ സഭയിലും കൂടുതൽ ഐക്യത്തോടെ വിശുദ്ധിയിലേക്ക് വളരുവാൻ തക്കണം നമ്മൾ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭ ദൈവത്തിന് ഏറ്റവും പ്രിയമായിട്ട് വളരുവാൻ തക്കണം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പ്രത്യക്ഷ സഭ അല്ലെങ്കിൽ ദൃശ്യസഭ, കാണപ്പെടുന്ന സഭ യേശു കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത വരെ ഉണ്ടാകും. ഇനി ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധങ്ങൾ പല രൂപങ്ങളായിട്ട് പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 6-17 വാക്യത്തില് നമുക്ക് കാണുന്നത് ദൈവജനം, പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ് സഭയെ പറഞ്ഞിരിക്കുന്നത്. ദൈവജനം 6-17-18 വാക്യത്തിന് വേർതിരിക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത് വേർതിരിച്ചത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളേക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കണേ. ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ജനം, വേർതിരിക്കപ്പെട്ട സമൂഹം, അശുദ്ധമായതൊന്നും തൊടാതെ വിശുദ്ധിയിൽ വളരുന്ന സഭ. 1 പത്രോസ് 2-10 വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അങ്ങനെ ദൈവത്തിന്റെ ആ സഭയെ, ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുമ്പോൾ ദൈവജനം, പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുണ ലഭിച്ച, ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദൈവജനമാണ്. ആ ദൈവജനത്തെ ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹത്തില്, ഒരുമയില്, ഐക്യത്തില് വളരുവാനായിട്ട്, ദൈവം അർഹിക്കുന്നതായിട്ടുള്ള ബഹുമാനം കൊടുക്കുവാനായിട്ട്, സ്തുതിസ്തോത്രം കൊടുക്കുവാനായിട്ട്, ദൈവത്തെ അനുസരിക്കുവാനായിട്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിനായിട്ട് ദൈവജനം ജീവിക്കുവാനായിട്ടാണ്, സഭ ജീവിക്കുവാനായിട്ടാണ്, സഭ വരുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ് സഭയെ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12-27 വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 1 കൊരിന്ത്യർ 12-27 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. അതേ സഭയെ പറ്റി പറയുകയാണ്, ക്രിസ്തു എന്ന തല, ആ തലയുടെ നാം ആ ശരീരമാണ്. അതുപോലെ വിശ്വാസികൾ തമ്മിൽ അവയവങ്ങളാണ്. ഒരു വിശ്വാസിക്ക് ആ ജീവനും ചൈതന്യവും എല്ലാം ലഭിക്കണമെങ്കിൽ ആ തലയായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. വിശ്വാസിക്കും സഭയ്ക്കും ചൈതന്യം ഉണ്ടാവാണെങ്കിൽ ആ തലയായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. അതുപോലെ നാം വിശ്വാസികൾ തമ്മിൽ അവയവങ്ങളാണ്. അപ്പോൾ നമുക്ക് തമ്മിലുള്ള കടമകളും ഒക്കെ വലുതാണ്. അന്യോന്യം എൻകറേജ് ചെയ്ത് ആ വിശുദ്ധിയിൽ, അതുപോലെ ആത്മീയമായിട്ട് തമ്മിൽ വളരുവാനായിട്ട് മറ്റു വിശ്വാസികളെ പരസ്പരം നാം അവയവങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് നാം ജീവിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് സഭ, ടെമ്പിൾ ഓഫ് ഗോഡ്. 1 കൊരിന്ത്യർ 3-ാം 6-ാം ഒക്കെ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാം വായിക്കാം. 3-ാം 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ. എത്ര വലിയൊരു പദവിയാണ് സഭയ്ക്കും ദൈവമക്കൾക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം, ആ മന്ദിരം വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. അത്
പറയുന്നത് വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നുണ്ടേ ദൈവം നശിപ്പിക്കും. ഇതൊരു വ്യക്തിയുടെ കാര്യത്തിലാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്നും ഈ ശരീരം വളരെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണമെന്നും അതുപോലെ സഭയും ദൈവത്തിന്റെ മന്ദിരമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 1 പത്രോസ് 2:5 വാക്യം വായിക്കുകയാണെങ്കിൽ 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയ ഗ്രഹമായിട്ട് പണിയപ്പെടുന്നു. അതിന്റെ ഉദ്ദേശം എന്താ? ആത്മീയ യാഗം കഴിക്കുവാനുള്ള സ്ഥലമാണ്. അതായത് വിശുദ്ധമായ ആത്മീയ യാഗം കഴിക്കുവാനായിട്ടുള്ള ആത്മീയ ഗ്രഹമാണ് സഭ. കാരണം ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിന്റെ ഫലത്തെ പറ്റി. ഈ ആത്മീയ ഗ്രഹത്തിൽ ആത്മീയ യാഗം കഴിക്കുന്ന ഈ സഭയിൽ ആത്മാവിന്റെ ഫലങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആത്മീയ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സഭയിലെ ഓരോ അംഗത്തെയും സഹായിക്കും. കർത്താവിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തമ്മിൽ പ്രവർത്തിച്ച് ദൈവത്തിന് ആത്മീയ യാഗം കഴിക്കുന്നതാണ് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാം കണ്ടത് ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞത് ഒന്ന് ദൈവജനമാണെന്നും വേർതിരിക്കപ്പെട്ട ദൈവജനമാണ്. ദൈവത്തിന്റെ കരുണ ലഭിച്ച ഒരു പ്രത്യേക കൂട്ടം ജനമാണ്. 2 ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം തമ്മിൽ അവയവങ്ങളാണ്. തലയാകുന്ന കർത്താവിനോട് ചേർന്നിരുന്നുകൊണ്ട് ജീവനും ചൈതന്യമുള്ളവരായിട്ട് സഭയിലെ ഓരോ അംഗവും വളരണം. അന്യോന്യം ഉള്ള ബന്ധത്തിൽ നാം അവയവങ്ങളാണെന്നും അന്യോന്യം ശക്തിപ്പെടുത്തുവാനായിട്ട് നാം പരസ്പരം ശക്തിപ്പെടുത്തേണ്ടവരാണെന്നും നമ്മെ ഈ വാക്യങ്ങൾ ഓർമ്മിക്കുന്നു. അതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് സഭയെന്നും അതുപോലെ നമ്മുടെ ശരീരവും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നും നാം കണ്ടു. ദൃശ്യസഭയുടെ വിസിബിൾ ചർച്ചിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ആ സഭ എന്ന് പറയുന്നത് ദൈവജനമാണെന്നും ക്രിസ്തുവിന്റെ ശരീരമാണെന്നും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നും നാം പഠിച്ചു. ഇനി അദൃശ്യ സഭ അല്ലെങ്കിൽ കാണപ്പെടാത്ത ഇൻവിസിബിൾ ചർച്ച് എന്താണെന്നാണ് നാം അടുത്തായിട്ട് നോക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ യോഹന്നാൻ തന്റെ ദർശനത്തിൽ കാണുന്നത് ഈ അദൃശ്യ സഭയെ പറ്റിയാണ്. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായിട്ട് രക്ഷ ദൈവത്തിന്റെ ദാനമെന്ന്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് കർത്താവിന്റെ മണവാട്ടി സഭയെ പറ്റിയാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ചേർന്ന് എല്ലാ ദൈവമക്കളും ചേർന്നുള്ള ആ കൂടി വരവാണ് ആ ദൃശ്യസഭ എന്ന് പറയുന്നത്. ഇതാണ് കർത്താവിന്റെ മണവാട്ടി സഭ അല്ലെങ്കിൽ അദൃശ്യസഭ അല്ലെങ്കിൽ ഇൻവിസിബിൾ ചർച്ച് എന്ന് നമുക്ക് പറയും. സകല കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സർവ്വജനങ്ങളും സകലരും കൂടി ചേർന്നാണ് ഈ അദൃശ്യസഭ എന്ന് പറയുന്നത്. ഇങ്ങനെ സഭയെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ദൃശ്യസഭ എന്നും അദൃശ്യസഭ എന്നും. ആദ്യമായിട്ട് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതും പത്രോസ് അപ്പോസ്തലൻ മാനസാന്തരം പ്രസംഗിക്കുന്നതും ജനങ്ങൾ മാനസാന്തരം പ്രാപിച്ച് സഭയോട് ചേരുന്നതും അങ്ങനെ സഭ ആരംഭിക്കുന്നതും നാം പഠിച്ചു. അവിടെ വെച്ച് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് ദൈവത്വത്തെ പറ്റിയും യേശു കർത്താവ് ഉയർത്തുന്നതിന് ജീവിക്കുന്നതിനായ ദൈവമാണെന്നും വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം മനസ്സിലാക്കി കൊടുക്കുന്ന ജനത്തിന് സ്പഷ്ടമാക്കി കൊടുക്കുന്നത് നാം കണ്ടു. അത് കഴിഞ്ഞ് ദൃശ്യസഭയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളായിട്ടുള്ള മാനസാന്തരം പ്രസംഗിക്കുക, കൂട്ടായ്മ ആചരിക്കുക എന്നുള്ള 2 കാര്യങ്ങൾ വിശദമായിട്ട് നാം പഠിച്ചു. സഭയുടെ ലക്ഷണങ്ങളായ ഐക്യം, വിശുദ്ധി,
സാർവത്രികത, അപ്പോസ്തോലികത. ഈ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഒരു ഭാഗമായ നമ്മുടെ സഭയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ സഭയിലൂടെ കർത്താവ് നടത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ വെളിപ്പാട് പുസ്തകത്തെ 7-ാം അധ്യായം 9-10 വാക്യങ്ങളിലൂടെ ആണ് അദൃശ്യ സഭ അല്ലെങ്കിൽ ഇൻവിസിബിൾ ചർച്ച് എന്നാണ് കണ്ടത്. ഓക്കെ, ഇങ്ങനെ സഭയെ പറ്റി നാം പഠിച്ചപ്പോൾ നമുക്ക് നമ്മുടെ സഭയുടെ ഈ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഒരു ഭാഗമായി ഇവാഞ്ചലിക്കൽ ചർച്ചിൽ അംഗങ്ങളാകുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപയോർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ തക്കണം നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമായ ഈശോ പിതാവേ, അടിയങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സഭയെ പറ്റി നിങ്ങൾ പഠിച്ച കർത്താവേ, സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സുവിശേഷം പ്രസംഗിക്കുക, മാനസാന്തരം പ്രസംഗിക്കുക എന്നതാണ് ഞങ്ങൾ കേട്ടത് കർത്താവേ. ഞങ്ങളുടെ സഭയെ അതിനുവേണ്ടി നീ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകരെ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും ഓരോ മിഷണറിമാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ആ വലിയ വേലയിൽ പങ്കാളികളാകുവാൻ തക്കണം അടികളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നിന്റെ വേലയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. നീ ആഗ്രഹിക്കുന്ന വിധം ഐക്യത്തോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കോണം, സ്നേഹത്തിലും കൂട്ടായ്മയിലും വളർന്നു വരുവാൻ തക്കോണം കർത്താവെ. ഹൃദയ പരമാർത്ഥതയോടുകൂടെ അന്യോന്യം ബലപ്പെടുത്തുവാൻ തക്കോണം അടികളെ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ തിരുമേന്മാരെയും അച്ഛന്മാരെയും ശുശ്രൂഷകളെയും എല്ലാവരെയും പേരുപേരായിട്ട് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സർവ്വസഭ ജനങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ വേല തെളിയിക്കുവാൻ തക്കോണം അടികളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.